ആരും കാണാതെ വനം മന്ത്രിയും പിണറായിയും മാത്രം ആലോചിച്ചു. പത്രത്തിൽ പരസ്യം ചെയ്യാതെ, ജനങ്ങളെ ബോധവൽക്കരിക്കാതെ, ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കാതെ ഇത് ഒളിച്ചു കിടത്തുക എന്ന് പറയും നിയമ ഭേദഗതി. എന്ത് പറഞ്ഞാലും എന്താ മുഖ്യമന്ത്രി പറയുക, എന്ത് പറഞ്ഞാലും എന്താ വനമന്ത്രി പറയുക, കേന്ദ്രമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ മനുഷ്യരെങ്ങനെ ചവിട്ടിക്കൊന്ന് എന്താ പറയുക, മലയോര മേഖലയിലെ ജനങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ വിട്ടെറിഞ്ഞ് പോവുകയാണ്. അതിലേക്കാണ് ഞാൻ പറഞ്ഞ പെട്രോൾ ഒഴിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണിത്. ആ നിരക്ക് ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങൾ കൊണ്ടോ കേരളത്തിൽ 3.5 കോടി ജനങ്ങളും ഈ കാര്യത്തിൽ അലർട്ടായി. പ്രതിപക്ഷം UDFും അതിശക്തമായി ഈ വിഷയം ഏറ്റെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതിനനുസരിച്ചുള്ള വലിയ നീക്കം അവർ നടത്തുന്നു. അത്ര എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ടും ഈ സമരത്തിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഈ കോട്ടക്കൽ ഇറങ്ങിയിട്ടുള്ളത് റോഡ് ഷോ ഒക്കെ ഉണ്ടാവും നേരത്തെ അനുയായികൾ അറിയിച്ചിരുന്നു. അത്തരമൊരു പരിപാടി ഉണ്ടോ? എന്താ തീരുമാനം? ഇല്ല, ഇവിടെ ആളുകൾ നിൽക്കുന്നു, അവരെ കണ്ട് വിഷ് ചെയ്ത് പോകുമല്ലോ. എന്ത് റോഡ് ഷോ? അതെന്താ ഇപ്പോൾ സിനിമ റിലീസൊന്നും അല്ലല്ലോ. ഒരു റോഡ് ഷോ ആണല്ലോ നമ്മൾ നടത്തിയത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അത് തന്നെ ആവശ്യത്തിലധികം ഇപ്പോൾ എന്താ പറയുക, ജനശ്രദ്ധയിലേക്ക് അതെത്തി. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. മലയോര മേഖലയിലെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് അതാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ വരുന്ന കയ്യേറ്റക്കാരെന്ന് പറഞ്ഞിട്ടാണ് അവരെ എക്കാലത്തും ഒഴിവാക്കി വിടുന്നത്. സത്യത്തിൽ അവർ കുടിയേറിയ മനുഷ്യരാണ്. എന്തിനാണ് കുടിയേറ്റം? ഏത് ഘട്ടത്തിലാണ് നമ്മൾ കുടിയേറുക? നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യൻ മറ്റൊരു ഓപ്ഷൻ തേടുന്നതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മലയോര മേഖലയൊന്നും അന്ന് ഒന്നുമില്ല, വെറും കാടായി കിടക്കുകയാണ്. അവിടെ വന്ന് ആ ഭൂമി എടുത്ത് അവിടെ കൃഷി ചെയ്ത് നാടിനും ജനങ്ങൾക്കും ആ കുടുംബത്തിനും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരാണ് ഈ മലയോര കർഷകർ എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹം. നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്ക് ക്രൈസ്തവ സമൂഹം ഈ മലയോര മേഖലയിൽ ചെയ്തത് ഈ രീതിയിലുള്ള ഒരു പള്ളി, ക്രിസ്ത്യൻ ചർച്ച് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു തൊട്ടടുത്ത് ഒരു പള്ളിക്കൂടം ഉണ്ടാവും. അതാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത്. അത് ബഹുമാനിയായ മരണപ്പെട്ടു പോയ ചാവറ അച്ഛൻ്റെ അന്നത്തെ കൺസെപ്റ്റാണ്. ഈ മലയോര മേഖലയിൽ മുഴുവൻ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പുരോഗതിയുടെ പിന്നിൽ അന്നത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ 10-20 കൊല്ലമായിട്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കോളേജും സ്കൂളുകളൊക്കെ വരാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ തന്നെ മനുഷ്യന് നടന്നെത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ചാരിറ്റി ആരാ തുടങ്ങിയത്? അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല.